തൃശൂർ ചാവക്കാട് മണത്തലയിലും ദേശീയപാതയുടെ ഭാഗമായ മേൽപ്പാലത്തിൽ വിള്ളൽ 50 മീറ്ററോളം നീളത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ ചാവക്കാട് റോഡ് ഉപരോധിച്ചു. വേറെ പല സ്ഥലത്തും ഇങ്ങനെ NH ക്രാക്ക് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിലും ഒരു വലിയ ക്രാക്ക് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടത് അവർക്കത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് വിള്ളൽ രൂപപ്പെട്ടത് കണ്ടത്. നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗത്താണ് വിള്ളൽ. ഇതോടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ ദേശീയപാത അധികൃതരെത്തി പാറപ്പൊടിയിട്ട് വിള്ളലടയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. UDF പ്രവർത്തകർ ചാവക്കാട് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നിരുത്തരവാദിത്തമായ രീതിയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ സമയമായിട്ടും ഇവിടുത്തെ MLAയോ കേന്ദ്രമന്ത്രിയായ MP യോ ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവിടേതായ ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു. അതിനിടെ ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നാളെ കൊരട്ടിയിൽ ഉപവസിക്കും. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ.